CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. അമിതഭാരം കയറ്റി വരികയായിരുന്ന ടോറസ് ലോറികൾ കുന്നംകുളം പോലീസ് പിടികൂടി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അക്കിക്കാവിൽ വെച്ച് 4 ടോറസ് ലോറികൾ പിടിച്ചെടുത്തത്. തൃശൂർ പാർലമെന്റ് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്രനടയിൽ പര്യടനം നടത്തി. പടിഞ്ഞാറേ നടയിൽ സംഗമം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേ നട അപ്സര ജംഗ്ഷൻ വരെ മുഴുവൻ കടകളിലും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു എരുമപ്പെട്ടി മേഖലയിൽ പര്യടനം നടത്തി. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. കണ്ടാണിശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിൽ ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. മണലൂർ നിയോജക മണ്ഡലം പര്യടനത്തിന്റെ ഭാഗമായാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങിയത്. കരുവന്നൂർ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തണമെന്ന് K മുരളീധരൻ. ശക്തൻ മാർക്കറ്റിൽ പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുന്നതിനായി എരുമപ്പെട്ടി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 86ാം തിരുനാളിനോടനുബന്ധിച്ചുള്ള സ്മരണിക പ്രകാശനം ചെയ്തു. നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് ആരംഭമായി. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട് പൊറവൂർ മേഖലയിലെ ലഹരി സംഘങ്ങൾ പെരുകുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജനകീയ പ്രതിഷേധ ജ്വാല നടത്തി. കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വേദിയുടെ സമർപ്പണവും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ആദരിക്കലും ഏപ്രിൽ 7-ന് നടക്കും. കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചങ്ങരംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ. നെൽകൃഷി പാടെ നിന്ന് പോയിരുന്ന പ്രദേശം ഏറ്റെടുത്ത് പൊന്നു വിളയിക്കുകയാണ് ഈ കൂട്ടുകാർ. എയ്യാൾ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളിന് കൊടികയറ്റി. ജോസഫ് കോർ എപ്പിസ്കോപ്പ കൊടിയേറ്റം നിർവഹിച്ചു. കുന്നംകുളം ഫെയർ FC സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടക്കമായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.